അട്ടപ്പാടിയിൽ കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. സാമ്പാർകോട് പാലം നിർമ്മാണത്തിനായി 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി. രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തുമെന്നും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആദിവാസി ഊരുകളിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അട്ടപ്പാടി കേന്ദ്രീകരിച്ച വിവിധ ടൂറിസം പദ്ധതികളും സർക്കാർ ആലോചിച്ചു വരികയാണ്. അടിസ്ഥാന വിഭാഗങ്ങളെ ചേർത്തുപിടിക്കാനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. വാതിൽപ്പടി വിതരണം എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പ് തുടങ്ങിയ സംവിധാനമാണ്. ഇപ്പോൾ പുതിയ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പുതിയ പുതിയ മേഖലകളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കുകയാണ്. അപ്പോൾ അത് നമുക്കേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം പാലൂരിലെ നമ്മുടെ പ്രസിഡന്റ് പുതൂര് കുറച്ച് നേരം വൈകിയാണെങ്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോ പുതൂർ പഞ്ചായത്തിലെ പാലൂർ ഊരിലാണ് ഈ സ്കീമിൽ ഉൾപ്പെടുത്തി ഈ ഊരുകളിൽ റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട്. അതുപോലെ ജില്ലയിലെ വേറെ 2 കേന്ദ്രങ്ങളിലും, അങ്ങനെ 3 കേന്ദ്രങ്ങളിലാണ്. അപ്പൊ ആ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ അട്ടപ്പാടിയിൽ നിന്ന് നിർവഹിക്കപ്പെടുന്നത്. ലൈഫ് പദ്ധതിക്ക് പകരം ആവിഷ്കരിച്ചിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ആദിവാസികൾക്ക് മുൻഗണന നൽകുമെന്ന് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. ആദിവാസി വിഭാഗങ്ങൾക്ക് സ്വയം തൊഴിലിനായി 10 ലക്ഷം രൂപ വരെ സബ്സിഡി നൽകുന്ന വായ്പാ പദ്ധതികൾ നടപ്പിലാക്കും. വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റ് കുടിശ്ശിക പൂർണ്ണമായ വിതരണം ചെയ്യും. സമഗ്ര പദ്ധതി പ്രകാരം കോട്ടത്തറ ട്രൈബൽ ആശുപത്രിക്ക് നൽകേണ്ടിയിരുന്ന കുടിശ്ശിക തുക അനുവദിച്ചിട്ടുണ്ടെന്നും ഏതു സമയത്തും ഈ ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാകുന്ന തരത്തിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അഗളി EMS ടൂറിസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. അല്ലൻ അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം മുരുകേഷ് ചെർനാലി, അഗളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു സിറിയക്, ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര രാമസ്വാമി, പുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. തങ്കവേൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VM ലത്തീഫ്, പാലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N. ചെല്ലൻ, M. മണികണ്ഠൻ, ജില്ലാ സപ്ലൈ ഓഫീസർ AS. ബീന, VH. മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.